Hi all, welcome to a session. In this session, we are going to discuss two topics. The first one is approaches related with the construction of scale, and second one scaling techniques. First, I am going to discuss approaches related with the construction of scale. That means ഒരു സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അല്ലെങ്കിൽ പല രീതിയിൽ നമുക്ക് പല സ്കെയിലുകളും ഡെവലപ്പ് ചെയ്ത് ഫ്രെയിം ചെയ്യാം. അതിനു വേണ്ടി ഫ്രെയിം ചെയ്ത കുറച്ച് അപ്രോച്ചസുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ആർബിട്രറി അപ്രോച്ച്, സെക്കൻഡ് വൺ കൺസെൻസസ് അപ്രോച്ച്, തേർഡ് വൺ ഈസ് ഐറ്റം അനാലിസിസ് അപ്രോച്ച്, ഫോർത്ത് വൺ ഈസ് കമ്പാരിറ്റീവ് സ്കെയിൽ അപ്രോച്ച്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഫാക്ടർ അനാലിസിസ് അപ്രോച്ച്. Let me check the first one, arbitrary approach. The researcher developed a scale on ad hoc basis. ഇവിടെ റിസർച്ചർ എങ്ങനെയാണ് ഒരു സ്കെയിൽ ഡെവലപ്പ് ചെയ്യുന്നത്? അഡ് ഹോക്ക് ബേസിസ്. ദാറ്റ് അഡ് ഹോക്ക് ബേസിസ് മീൻസ് റിസർച്ചറുടേതായ രീതിയിൽ സ്വയം ഇഷ്ടത്തിൽ ഇൻഫോർമലായിട്ട് ഫ്രെയിം ചെയ്യുന്ന ഒരു സ്കെയിലിനെയാണ് സ്കെയിലിംഗ് ടെക്നിക്കിനെയാണ് ആർബിട്രറി അപ്രോച്ച് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് നോൺ ആസ് അഡ് ഹോക്ക് ബേസിസിലാണ് ഇവിടെ സ്കെയിൽ ഫ്രെയിം ചെയ്യുന്നത്. സോ ഇറ്റ് ക്യാൻ ഡെവലപ്പ് ഈസിലി ആൻഡ് ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ്. The next approach is consensus approach. Here statements are selected by a panel of judges. ഇവിടെ സ്കെയിലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഡിസൈഡ് ചെയ്യുന്നത് പാനൽ ഓഫ് ജഡ്ജസ് ആണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് അപ്രോച്ച് ഈസ് നോൺ ആസ് കൺസെൻസസ് അപ്രോച്ച്. ഫസ്റ്റ് നമ്മൾ ആർബിട്രറി അപ്രോച്ച് പറഞ്ഞ എന്താണ്? അവിടെ അഡ്ഹോക്ക് ബേസിൽ റിസർച്ചർ തന്നെ ഇൻഫോർമലായിട്ട് ഒരു സ്കെയിൽ ഫ്രെയിം ചെയ്യുകയാണെങ്കിൽ അവിടെ ആർബിട്രറി അപ്രോച്ചായി. ആ അപ്രോച്ച് ആര് സെലക്ട് ചെയ്യണം? ഒരു പാനൽ ഓഫ് ജഡ്ജസ് ആണെങ്കിൽ അത് എന്തായി മാറി? കൺസെൻസസ് അപ്രോച്ചായി. Then item analysis approach. The responses are analyzed on the basis of statement for determining their accessibility. ഇവിടെ എന്താണ് ഐറ്റത്തിന് അനലൈസ് ചെയ്യുന്നത്? പല സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാണ് നമ്മുടെ റെസ്പോൺസുകൾ കളക്ട് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ഫ്രെയിം ചെയ്യുന്ന സ്കെയിലിനാണെന്ന് പറയുക ഐറ്റം അനാലിസിസ് അപ്രോച്ച്. ഓൺ ദ ബേസ് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത് ഇവിടെ ഓരോ റെസ്പോൺസുകളും അനലൈസ് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാണെന്ത് റെസ്പോൺസുകൾ നമ്മൾ സ്കെയിലോട്ട് റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് വൺ ഈസ് cumulative scale approach. It contains a series of statements to which the respondent express his agreement or disagreement. ഇവിടെ എങ്ങനെയാണ്? സീരീസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാണെന്ത് ഡാറ്റ അല്ലെങ്കിൽ റെസ്പോൺസുകൾ കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അതിനു വേണ്ടി സ്കെയിൽ എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിലൂടെ ഒരു റെസ്പോണ്ടർ ഡിസഗ്രിമെൻറ്റും എഗ്രിമെൻറ്റും റെക്കോർഡ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ക്യുമുലേറ്റീവ് ഇൻ നേച്ചർ. അങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് കൊടുക്കും. സോ ആൾട്ടർനേറ്റീവ് ഓപ്ഷനിൽ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ റെസ്പോൺസുകൾ ഒരു റെസ്പോണ്ടിന് തന്നെ മാർക്ക് ചെയ്തേക്കാം. സോ അതിൻ്റെ ടോട്ടൽ സ്കോർ ആയിരിക്കും എന്ത്? ആ ഒരു പർട്ടിക്കുലർ സ്കെയിലിങ്ങിൻ്റെ വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഈസ് ക്യുമുലേറ്റീവ് ഇൻ നേച്ചർ. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ഫാക്ടർ അനാലിസിസ് അപ്രോച്ച്. It is designed to interrelated items to determine the degree of interdependence between items. ഐറ്റം തമ്മിലുള്ള interdependence ആണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നതെങ്കിൽ that type of analysis approach is known as factor analysis approach. Okay, these are the various approaches for construction of a scale. Then we are going to the next topic, the scaling technique. First one is rating scales. The rating means measuring an attribute by judgment in range. ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ നമ്മൾ കൊടുക്കുന്ന ഓപ്ഷന് വിത്തിൻ ദാറ്റ് ഓപ്ഷൻ ജഡ്ജ്മെൻറ്റ് പറയുന്നതിനെയാണ് എന്താ പറയുക റേറ്റിംഗ് സ്കെയിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, റേറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The rating scales are used for measuring the attitude and the intensity of the attitude. മെയിൻലി ആറ്റിറ്റ്യൂഡ് എത്രയുണ്ടെന്ന് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ റേറ്റിംഗ് സ്കെയിലുകൾ യൂസ് ചെയ്യാറ്. For example, the customer is asked to rate a given model of TV set as its performance. അതിൻ്റെ പെർഫോമൻസ് എന്ന് റേറ്റ് ചെയ്യുക. കസ്റ്റമറിനോട് ആ ഒരു ടി വിനെ റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ കൊടുക്കേണ്ട ഓപ്ഷൻ എന്താ? ഗുഡ് മുതൽ ബാഡ് വരെ ഓപ്ഷൻ ആ ഒരു റേഞ്ച് കൊടുക്കണം. സോ ആ റേഞ്ചിനുള്ളിലായിരിക്കും എന്ത് ആ പർട്ടിക്കുലർ കസ്റ്റമർ അതിനെ റേറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ടൈപ്സ് ഓഫ് റേറ്റിംഗ് സ്കെയിൽ. ഫസ്റ്റ് വൺ ഈസ് dichotomous scale. Here the response are used to the responses are collected within the yes or no answers. ഇവിടെ എങ്ങനെയാണ്? dichotomous scale is used to draw out yes or no answers. രണ്ട് ഓപ്ഷൻ മാത്രമായിരിക്കും എന്ത് റെസ്പോണ്ടിന് കൊടുക്കുന്നത്.
ഈ രണ്ട് ഓപ്ഷനിൽ യെസ്സോ അല്ലെങ്കിൽ നോ എന്ന റെസ്പോൺസ് നൽകി ആ ഒരു പർട്ടിക്കുലർ ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നു. സോ ഡൈക്കോട്ടമസ് സ്കെയിൽ ഈസ് used. Then second one is category scale. This scale used multiple item to draw out a single response. നമ്മൾ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് കൊടുക്കും. ആ ആൾട്ടർനേറ്റീവ് ഓപ്ഷനിൽ നിന്ന് റെസ്പോണ്ടന്റിന് ഏതാണോ ആൻസർ ചെയ്യുന്നത് ആ ആൻസർ സിംഗിൾ റെസ്പോൺസ് ആയിട്ട് തിരിച്ചു നൽകുന്നു. സോ MCQ പോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സിൽ വൺ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. സോ സെക്കൻഡ് വൺ ഈസ് കാറ്റഗറി സ്കെയിൽ. Then third one Lickert scale. This is developed by Rensis Lickert. A Lickert scale is known as summated instrument scale. It consists of a number of statements which express either a positive or negative attitude towards the object under study. പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡോ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്കെയിലാണെന്ത് Lickert scale. The respondent indicate their attitude by checking how strongly they agree or disagree with the carefully constructed statement. എത്രത്തോളം അതിനെ എഗ്രി ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം അതിനെ ഡിസഗ്രി ചെയ്യുന്നു എന്ന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്കെയിലാണ് ദ Lickert scale. ഇറ്റ് യൂസ് 5 ഗ്രേഡ് പോയിന്റ്സ് ലൈക്ക് സ്ട്രോങ്ലി എഗ്രി, ഇൻഡിഫറെൻറ്റ്, ഡിസഗ്രി ആൻഡ് സ്ട്രോങ്ലി ഡിസഗ്രി. ഇങ്ങനെ 5 രീതിയിലുള്ള സ്കെയിൽ, 5 വേയിലോ റെസ്പോൺസ് മാത്രമേ എന്താണ് Lickert സ്കെയിലൂടെ എക്സ്പ്ലെയിൻ. സോ ഇറ്റ്സ് 5 പോയിന്റ് സ്കെയിലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. Then merits of Lickert scale. It is easy to construct, more reliable, permit the use of statements that are necessarily related to the attitude being studied. Actually, ആറ്റിറ്റ്യൂഡുകൾ സ്റ്റഡി ചെയ്യാൻ എന്താ Lickert സ്കെയിലുകൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ഈസിലി ബി യൂസ്ഡ് ഇൻ റെസ്പോണ്ടൻറ്റ് സെൻറ്റേഡ് ആണ് സ്റ്റിമുലസ് സെൻറ്റേഡ് സ്റ്റഡീസ്. റെസ്പോണ്ടിനെ ഫോക്കസ് ചെയ്ത് റെസ്പോണ്ടിന് എന്ത് റെസ്പോൺസ് ആണ് നൽകുന്നത് എന്ന് നോക്കിക്കൊണ്ടാണ് നമ്മുടെ സ്റ്റഡി മുന്നോട്ട് പോകുന്നതെങ്കിൽ അങ്ങനെയുള്ള സ്റ്റഡികൾക്ക് എപ്പോഴും Lickert സ്കെയിലുകൾ യൂസ് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ദെൻ മിനിമം ടൈം ഈസ് റിക്വയർഡ്. ഓക്കെ, അതിന് മിനിമം ടൈം അതിന് മതിയാവും. ദെൻ ലിമിറ്റേഷൻസ്. With the help of scale, a researcher is able to examine whether respondents are more or less favorable to a topic, but it is not possible to tell how much more or less they are. നമുക്ക് പറയാൻ പറ്റും എന്താണ് ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ അതിനോടൊന്ന് നമുക്ക് പറയാൻ പറ്റും. എത്രത്തോളം ഫേവറബിൾ ആണ് അല്ലെങ്കിൽ അൺഫേവറബിൾ ആണ് അതിനോടൊന്ന് നമുക്ക് ഒരിക്കലും ഒരു Lickert സ്കെയിലൂടെ കണ്ടുപിടിക്കാൻ പറ്റില്ല. There is no basis to believe that the 5 positions indicated on the scale are usually spaced. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സ്ട്രീംലി ഓർ ഹൈ എക്സ്ട്രീംലി എന്ന് പറയുന്ന ഈക്വലി സ്പേസ് ചെയ്തിരിക്കുന്നതാണോ എന്ന് ഒരിക്കലും നമുക്ക് എന്താണ് പറയാൻ പറ്റില്ല. ദാറ്റ് ടൈപ്പ് ഓഫ് സ്കെയിൽ ഈസ് ദീസ് ആർ ദ വേരിയസ് ലിമിറ്റേഷൻസ് ഓഫ് Lickert scale. Then the fourth one semantic scale എന്നുണ്ട്. Semantic scales and semantic differential scales. This type of scales make use of words rather than numbers. നമ്മളിവിടെ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഇൻ വേർഡ്സ് ആണ്, നമ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ടൊന്നും അല്ല, അല്ലെങ്കിൽ അതിനെ റാങ്ക് ചെയ്തുകൊണ്ടൊന്നും അല്ല എന്താ ഇവിടെ റെസ്പോണ്ടൻസുകൾ കറക്റ്റ് ചെയ്യുന്നത്. ഇൻ സെമാൻറ്റിക് സ്കെയിൽ റെസ്പോണ്ടൻറ്റ് ഡിസ്ക്രൈബ് ദ ഫീലിംഗ്സ് അബൌട്ട് the products or brand on scales with semantic labels like extremely, quite, slightly, neither. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളായിട്ടാണ് ഒരു പർട്ടിക്കുലർ റെസ്പോണ്ടൻ്റ് അദ്ദേഹത്തിൻ്റെ റെസ്പോൺസുകൾ പറയുന്നതെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് സ്കെയിൽസ് ഈസ് നോൺ ആസ് സെമാൻറ്റിക് സ്കെയിൽസ്. When bipolar adjectives like important and unimportant, expensive and inexpensive, etc. are used at the end point of semantic scales, these are termed as semantic differential scale. ഈ semantic സ്കെയിലിൻ്റെ രണ്ട് ബൈപ്പോളർ മീൻസ് എൻഡുകളിലും ബൈപ്പോളർ അഡ്ജക്റ്റീവ് എന്ന് പറയും. ആ ബൈപ്പോളർ അഡ്ജക്റ്റീവിൽ ഇമ്പോർട്ടൻറ്റോ അല്ലെങ്കിൽ അൺഇമ്പോർട്ടൻ്റ് എന്നും എക്സ്പെൻസീവ് എന്നും ഇൻഎക്സ്പെൻസീവ് എന്നും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്കെയിൽ എന്തായി മാറി? സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിലായി മാറി. നമുക്ക് നോക്കാം. ഫസ്റ്റ് നോക്കാം, അത് സെമാൻറ്റിക് സ്കെയിലിന് എക്സാമ്പിളാണ്. ഇവിടെ നോക്കാം, എക്സ്ട്രീംലി ക്വയറ്റ്, സ്ലൈറ്റ്ലി എക്സ്ട്രീംലി, നെയ്തർ സ്ലൈറ്റ്ലി എന്നാണ് പറയുന്നത്. ഇവിടെ ഈ എക്സ്ട്രീംലി ആൻഡ് സ്ലൈറ്റ്ലി എന്നുള്ള 2 പോയിന്റ് നമുക്ക് കാണാം. ഇതാണ് അതിൻ്റെ ബൈപ്പോളാർ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഈ ബൈപ്പോളാർ അഡ്ജക്റ്റീവിൽ എക്സ്പെൻസീവ് എന്നോ ഇൻഎക്സ്പെൻസീവ് എന്നും കൂടി ആഡ് ചെയ്ത്, അതായത് എക്സ്പെൻസീവ് എന്നോ ഇൻഎക്സ്പെൻസീവ് എന്നും കൂടി ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി മാറി? സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിലായി മാറി. സോ നെക്സ്റ്റ് വൺ ഈസ് ഐറ്റം റേറ്റിംഗ് സ്കെയിൽസ്. Under this method, the respondents are provided with a scale having number and a brief description associated with each category.
ഇവിടെ ഇങ്ങനെ ഒന്നെങ്കിൽ നമ്പേഴ്സോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇപ്പം നമ്പറിനെ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിലും കൂടെ പറഞ്ഞുകൊണ്ടാണ് എന്ത് സ്കെയിൽ നമ്മൾ കൊടുക്കുന്നതെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് സ്കെയിൽ ഈസ് നോൺ ആസ് ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ. Then the respondents are asked to select one of the limited number of categories ordered in terms of scale position which best describe the product, branch, company or product attribute being studied. ഇപ്പം നമുക്കൊരു പർട്ടിക്കുലർ ആസ്പെക്റ്റിനെ കുറിച്ച് എന്താണ് ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ അവിടെ എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്? ഐറ്റം അനലൈസ് അല്ലെങ്കിൽ ഒന്നെങ്കിൽ അവനെ നമ്പേഴ്സായിട്ട് അലോട്ട് ചെയ്യും. ആ നമ്പറിൽ റെസ്പോണ്ടൻ്റ് ആ നമ്പറിലെ ഇഷ്ടമുള്ള റെസ്പോൺസ് അവിടെ കളക്ട് ചെയ്ത് എടുക്കുകയായിരിക്കും ചെയ്യുക. അപ്പോൾ നമ്പേഴ്സ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകളോ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ റെസ്പോൺസുകൾ കളക്ട് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് സ്കെയിൽ ഈസ് നോൺ ആസ് ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ എന്നാണ് പറയുന്നത്. ദെൻ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു റേറ്റിംഗ് സ്കെയിലാണ്. ദ സെക്കൻഡ് സ്കെയിൽ ഈസ് റാങ്കിങ് സ്കെയിൽ. ദീസ് സ്കെയിൽസ് ആർ യൂസ്ഡ് ടു ടാപ്പ് preferences of respondent between or among more objects or items. Different approaches of ranking scales are paired comparison, comparative scale, forced choices. എങ്ങനെയാണ് പ്രിഫറൻസുകൾ എത്രത്തോളം പ്രിഫറൻസ്, അപ്പം ഒരുപാട് ഓപ്ഷൻസ് കൊടുക്കുക. ഇപ്പം നമ്മളിപ്പോൾ പർട്ടിക്കുലർ സോപ്പിനോടുള്ള റെസ്പോൺസ് കളക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ മൾട്ടിപ്പിൾ ഒരുപാട് സോപ്പിൻ്റെ നെയിം കൊടുക്കും. അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതിന് ഫസ്റ്റ് എന്ന് റാങ്ക് കൊടുക്കും. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് റാങ്ക്, ഇങ്ങനെ റാങ്ക് ചെയ്തുകൊണ്ടാണ് റെസ്പോൺസുകൾ കളക്ട് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് സ്കെയിൽ ഈസ് നോൺ ആസ് റാങ്കിങ് സ്കെയിൽസ്. ദ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഓഫ് റാങ്കിങ് സ്കെയിൽ. റാങ്കിങ് സ്കെയിലിൻ്റെ പല അപ്രോച്ചസ് നോക്കുക. ഫസ്റ്റ് വൺ ഈസ് പെയർഡ് കമ്പാരിസൺ. Paired comparison means under this method the respondent can express his attitude by making a choice between two objects. നമ്മൾ പറഞ്ഞു റാങ്ക് ചെയ്യാന്ന് പറയാം. രണ്ടെണ്ണം എടുത്തിട്ട് രണ്ടെണ്ണത്തിൽ ബെസ്റ്റ് ഏതാ എന്ന് റാങ്ക് ചെയ്യുകയാണെങ്കിൽ that type of approach is known as paired comparison. Under this method the respondent can express his attitude by making a choice between two objects. രണ്ട് ഒബ്ജക്റ്റീവിൻ്റെ ചോയ്സ് വെച്ചുകൊണ്ടാണ് ബെസ്റ്റ് ഏതാണ് എന്ന് അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് കൊടുക്കുന്നത് രണ്ടെണ്ണം വെച്ചുകൊണ്ടാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് അപ്രോച്ച് ഈസ് നോൺ ആസ് പെയർഡ് കമ്പാരിസൺ അപ്രോച്ച്. ദെൻ സെക്കൻഡ് വൺ ഈസ് കമ്പാരിറ്റീവ് സ്കെയിൽ. ഇറ്റ് പ്രൊവൈഡ് എ ബെഞ്ച് മാർക്ക് ഓർ എ പോയിന്റ് ഓഫ് റെഫറൻസ് to assess the attitude of respondent towards the current object, event or a situation under study. നമ്മൾ എന്തിനെ കുറിച്ചാണ് ഒരു പർട്ടിക്കുലർ ഇവൻറ്റിനെ കുറിച്ചാവാം, ഒബ്ജക്റ്റിനെ കുറിച്ചാവാം, സിറ്റുവേഷനെ കുറിച്ചൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യാം. ആ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുമ്പോൾ റെസ്പോണ്ടൻ്റ് ഒരു ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും. ആ സ്റ്റാൻഡേർഡിൽ നിന്ന് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്ത് കിടക്കുന്നു, എത്രത്തോളം ഡീവിയേറ്റ് ചെയ്ത് കിടക്കുന്നില്ല, ഈ ഒരു മാർക്കിംഗ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ സ്കെയിലിലെ റെസ്പോൺസുകൾ അക്സെപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് സ്കെയിലിംഗ് അപ്രോച്ച് ഈസ് നോൺ ആസ് കമ്പാരിറ്റീവ് സ്കെയിൽ. മൾട്ടിപ്പിൾ ചോയ്സസ് ഇവിടെ കൊടുത്തിരിക്കും. ആ മൾട്ടിപ്പിൾ ചോയ്സിൽ എല്ലാം കമ്പയർ ചെയ്തുകൊണ്ടായിരിക്കുന്നത് അവിടെ ഒരു പർട്ടിക്കുലർ റെസ്പോൺസ് ഒരു റെസ്പോണ്ടൻറ്റിന് നൽകുന്നത്. ദെൻ തേർഡ് വൺ ഈസ് ഫോഴ്സ്ഡ് ചോയ്സ്. ഇറ്റ് എനേബിൾ ദ റെസ്പോണ്ടൻറ്റ് ടു റാങ്ക് ദ ഒബ്ജക്റ്റ് റിലേറ്റഡ് ടു വൺ അനദർ എമംഗ് ദ ആൾട്ടർനേറ്റീവ്സ് പ്രൊവൈഡഡ്. എങ്ങനെയാണ്? ഒരുപാട് ആൾട്ടർനേറ്റീവ് പ്രൊവൈഡ് ചെയ്യും. ആ ആൾട്ടർനേറ്റീവ്സ് പ്രൊവൈഡ് ചെയ്ത ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് എന്താണ് ബെസ്റ്റ് ഒരെണ്ണം സെലക്ട് ചെയ്യായിരിക്കും ചെയ്യുക. ഫോഴ്സ്ഡ് ചോയ്സ് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ്? മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കൊടുത്തിട്ട് അതിനെ മൊത്തത്തിൽ റാങ്ക് ചെയ്യാണ്. മൊത്തത്തിൽ അതിനെ റാങ്ക് ചെയ്തുകൊണ്ട് ആ റാങ്കാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിനെ ഫോഴ്സ്ഡ് ചോയ്സ് എന്ന് പറയുന്നു. അപ്പോൾ പെയ്ഡ് കമ്പാരിസൺ രണ്ടെണ്ണം എടുത്ത് രണ്ടെണ്ണത്തിൽ ബെസ്റ്റ് എന്ന് പറയുന്ന രീതിയാണ് പെയ്ഡ് കമ്പാരിസൺ. കമ്പാരിറ്റീവ് സ്കെയിൽ ഒരുപാട് എന്താണ് ആ ഒരു റെസ്പോണ്ട് കൊടുക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും. ആ സ്റ്റാൻഡേർഡിൽ നിന്ന് എത്ര ഡീവിയേറ്റ് ചെയ്ത് കിടക്കുന്നു എന്നാണ് റെസ്പോണ്ടൻ്റ് റെസ്പോൺസ് ചെയ്യുക. ദെൻ ഫോഴ്സ് ചോയ്സ് ആൾട്ടർനേറ്റീവ് ഓപ്ഷന് റാങ്ക് ചെയ്യായിരിക്കും ചെയ്യുന്നത്. ആ മൊത്തം ആൾട്ടർനേറ്റീവ് ഓപ്ഷനിലെ ബെസ്റ്റ് ഏതാണെന്ന് ഒന്നൊന്ന് റാങ്ക് ചെയ്യും. ആൻഡ് എല്ലാ ഓപ്ഷനെയും റാങ്കിങ്ങിലൂടെ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് അപ്രോച്ച് ഈസ് നോൺ ആസ് ഫോഴ്സ്ഡ് ചോയ്സ്. സോ ദീസ് ആർ ദ വേരിയസ് അപ്രോച്ചസ് ആൻഡ് അപ്രോച്ചസ് ഓഫ് റാങ്കിങ് സ്കെയിൽ. സോ ഇൻ ദിസ് സെഷൻ we already discussed what are the approaches for construction of a scale and the scaling
techniques. Thank you.